ഇൻഡിവിജ്വൽ ബിൽഡർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊരു എമൗണ്ട് പറയും, അത് നമ്മളങ്ങോട്ട് കണ്ണുടച്ച് കൊടുക്കുകയാണ്. അതിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. കാരണം അങ്ങനെ പണിത ഒരു വീടും എൻ്റെ കയ്യിലുണ്ട്. അതാണ് ഞാൻ പറയാൻ കാരണം. ഓക്കെ, അതർവൈസ് വെരി ഗുഡ്. മൊഴികളും മൗനങ്ങളും മിഴികളും വാചാലമായി തിരകളും തീരവും ഹൃദയവും വാചാലമായി. നമസ്കാരം. ഈ CT ബിൽഡേഴ്സ് ആപ്പിലൂടെ വീടുകൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്. ആമസോണും ഫ്ലിപ്കാർട്ടും Alibaba.com ഇപ്പോൾ ഉള്ള Airbnb ഒക്കെ പോലെ വെൻഡർമാരിൽ നിന്നും കോൺട്രാക്ടേഴ്സിൽ നിന്നും കൺസൾട്ടൻസിൽ നിന്നൊക്കെ 5 മുതൽ 50% വരെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത്. നല്ല വോള്യൂംസ് ഉള്ളതുകൊണ്ട് അത് ഡയറക്റ്റ് ക്ലയൻസിന് കിട്ടി. ക്ലയൻസിന് ആ ഡിസ്കൗണ്ട് എല്ലാം എടുത്തിട്ട് ഐദർ ക്ലയൻസിന് പ്ലോട്ട് ഉണ്ടെങ്കിൽ അവിടെയോ അല്ലെങ്കിൽ നമ്മുടെ CT ബിൽഡേഴ്സ് ആപ്പിലൂടെ പ്ലോട്ടുകൾ കണ്ടെത്തിയിട്ടോ അത് വാങ്ങിയിട്ടോ 10% സേവ് ചെയ്തിട്ട് ക്ലയൻസിൻ്റെ ഡ്രീം ഹോം ക്വാളിറ്റിയോടുകൂടി നിർമ്മിക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ലോജിക്ക്. ഇപ്പം ഞങ്ങൾ ഈ വീഡിയോയുമായി വരുന്നത് നന്ദകുമാർ സാർക്കും ലതാ മാഡത്തിനും ഫാമിലിക്കും വേണ്ടിയിട്ട് നമ്മൾ ചാത്തൻകുളം ഗ്രീൻ വാലിയിൽ ബിൽഡ് ചെയ്തെടുത്ത ഈ CT ബിൽഡേഴ്സ് ആപ്പിൻ്റെ അതുകൂടെ ബിൽഡ് ചെയ്തെടുത്ത 1043 സ്ക്വയർ ഫീറ്റ് വീട് 3.5 സെൻറ്റ് സ്ഥലത്തിൽ വളരെ അവരുടെ ഡ്രീമിനനുസരിച്ച് എലിവേഷനും എല്ലാം നല്ല ഹൈറ്റിലാണ് നന്നായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ആ എലിവേഷൻ്റെ വീട് കണ്ടാൽ അറിയും നമുക്ക് 1043 ഒരു ഔട്ട്ലുക്ക് അല്ല കിട്ടുക. അതിനനുസരിച്ച് നന്നായിട്ട് എലിവേഷനും എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വീടിനെ പറയുകയാണെങ്കിൽ ഇതാണ് ഈ വീടിൻ്റെ എലിവേഷൻ 3D ചെയ്തത്. ഇപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ എലിവേഷൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കറിയാം, സിമിലറാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിൻ്റെ അകത്തേക്ക് കയറുകയാണെങ്കിൽ നേരെ ഗേറ്റിൽ കയറിയാൽ ഫ്രണ്ടിൽ ഒരു കാർ നിർത്താനുള്ള സ്പേസ്, സൈഡിലേക്ക് ഒരു കാർ, അങ്ങനെ 2 കാർ നിർത്താനുള്ള സ്പേസ് അതിൻ്റെ അകത്ത്. അത് കഴിഞ്ഞ് നേരെ സിറ്റ് ഔട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ വളരെ ലോങ് ആയിട്ടുള്ള സിറ്റ് ഔട്ട്, അതിൻ്റെ അകത്ത് ഷൂറാക്ക് എല്ലാ സ്പേസും അതിൻ്റെ അകത്ത് ഉണ്ടാവും. നേരെ കയറിയിട്ടും ലിവിങ് റൂം, സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് റൂം, സോഫ ഇടുന്ന സ്പേസ്, TV എല്ലാം ഉണ്ട്. നേരെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ സ്റ്റെയർ കാണാം, ചെറിയൊരു കോർട്ട്യാർഡിൻ്റെ സ്പേസ്, ഡൈനിങ് സ്പേസ്. അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ, നല്ല ലോങ് ആയിട്ടുള്ള കിച്ചൺ, എല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന പോലെ. നേരെ പുറകിൽ വർക്ക് ഏരിയ, ആ വർക്ക് ഏരിയ ഇന്ന് പുറത്തേക്ക് വരുന്ന ഡൈനിങ് നിന്ന് അവിടെ ഒരു വാഷ് ബേസിൻ്റെ സ്പേസ് ഉണ്ട്, അവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു വാഷ്റൂം ഉണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ച് കുറച്ചും കൂടി പുറകിലേക്ക് വരികയാണെങ്കിൽ അവിടെ മാസ്റ്റർ ബെഡ്റൂം താഴെയുണ്ട്, കിങ് സൈസ് ബെഡ്, മറ്റേ വാൾ ഡ്രോപ്സ് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം. അതിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വാഷ്റൂമും അവിടെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട്. അത് കഴിഞ്ഞ് നേരെ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് വന്നു, നേരെ ഇൻവെർട്ടറൊക്കെ വെക്കാനുള്ള സ്പേസ്. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് കയറി സ്റ്റെയർ കയറി നേരെ മുകളിലേക്ക് വന്നാൽ ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ നേരെ ആ സ്റ്റെയർ റൂമും ചെറിയൊരു കോമൺ സ്പേസ് അവിടെ മുകളിൽ. ആ കോമൺ സ്പേസ് നേരെ ഫ്രണ്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ബാൽക്കണി. നേരെ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം, ആ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വാഷ്റൂം. ഇതാണ് ഈ വീടിൻ്റെ ഒരു വ്യൂ. ഓപ്പൺ ടെറസ് ഉണ്ട് പുറകിൽ. അവിടെയും വേണമെങ്കിൽ നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ ഒരു ബെഡ്റൂം അവിടെ ബിൽഡ് ചെയ്തെടുക്കാനുള്ള സ്പേസ്. ഓപ്പൺ ടെറസ് നേരെ ടോപ്പിലേക്ക് കയറാനുള്ള സ്റ്റെയർ ഉണ്ടാവും, മുകളിൽ നമ്മുടെ വാട്ടർ ടാങ്ക് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൈറ്റ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് 3 വാഷ്റൂംസ് എല്ലാം വെച്ചുകൊണ്ട് ഈ ഒരു വീട് ചെയ്തത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവരുടെ ഡ്രീമിനനുസരിച്ചാണ്, ക്വാളിറ്റിയുമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ ബോധ്യം, തീർച്ചയായിട്ടും അത് ബോധ്യമാവുകയാണെങ്കിൽ നമുക്കറിയാം വീട് എന്ന് പറയുന്നത് എല്ലാ കുടുംബങ്ങളുടെയും ഡ്രീമാണ്. അതും 10% സേവ് ചെയ്തുകൊണ്ട് ക്വാളിറ്റിയിൽ കളവും ചതിയൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് എക്സ്ട്രാ എഡ്ജാണ്, റൈറ്റ്? അപ്പോൾ ആ എക്സ്ട്രാ എഡ്ജുള്ള ഒരു ഫെസിലിറ്റിയാണ് നിങ്ങൾക്കിത് ബോധ്യമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിറയെ കുടുംബങ്ങൾ വീടിന് വേണ്ടി അതായത് ഡ്രീം ചെയ്യുന്ന കുടുംബങ്ങളുണ്ടാവും. അവർക്ക് ഈ വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക, അവർക്ക് ഇത് കാണാൻ പറയുക, കണ്ട് മനസ്സിലാക്കാൻ പറയുക. ഇനി മനസ്സിലാക്കിയിട്ട് വീഡിയോ കണ്ടാൽ പോരാ, അത് വെർച്വലല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നേരെ സൈറ്റിൽ വന്നിട്ട് ഒരു 10-15 വീടുകൾ ഫൗണ്ടേഷൻ മുതൽ ഫിനിഷ് ആകുന്നവരുള്ള കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. 800 മുതൽ 2300-500 സ്ക്വയർ ഫീറ്റ് വരുന്നത്. അത് നേരിട്ട് കണ്ട് പരിശോധിച്ച് അവർക്കത് ബോധ്യപ്പെടുകയാണെങ്കിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കുടുംബത്തിനുമൊക്കെ ഇതേപോലെ അവരുടെ ഡ്രീം ഹോം ഐദർ അവർക്ക് പ്ലോട്ട് ഉണ്ടെങ്കിൽ അവിടെയോ അല്ലെങ്കിൽ നമ്മളുടെ പ്ലോട്ട് വാങ്ങിയിട്ടോ 10% സേവ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ അത് ഗുണകരമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും പറ്റാവുന്നത്ര ഷെയർ ചെയ്ത് എല്ലാവരെയും ഈ മെത്തേഡിനെ കുറിച്ച് അറിയിക്കുക. താങ്ക് യു സോ മച്ച്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ എല്ലാവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്നു.
അവിടെ ഇരുന്നുകൊണ്ട് എല്ലാവർക്കും നിങ്ങൾ ഇവിടുന്ന് ചെയ്യുമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ എമൗണ്ടിൽ തന്നെ ഉള്ള സ്പേസിൽ നല്ല രീതിയിലൊരു വീട് ആക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ള ഹെൽപ്പും വേണ്ടി വരും. ഞാൻ ശരിക്കും പറഞ്ഞാൽ വീട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിന്റെ ഇങ്ങനെ ആവണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എലിവേഷൻ ഏകദേശം മോഡൽ ഇങ്ങനെ ആവണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഷെയർ ചെയ്തു. അപ്പോൾ അത് ചെറിയ ചേഞ്ചസോട് കൂടി അത് ചെയ്തു തരുകയും ചെയ്തു. ഈ 1043 സ്ക്വയർ ഫീറ്റിൽ അതായത് ഈ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രൊജക്ട് ഇത്ര ഫണ്ടിന്റെ ഉള്ളിൽ തന്നെ തീർക്കാൻ പറ്റും, കാരണം നമുക്ക് ലിമിറ്റഡ് റിസോഴ്സേ ഉള്ളൂ, ലിമിറ്റഡ് ഫണ്ടേ ഉള്ളൂ. അപ്പോൾ ആ കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഏറ്റവും ഇതിന്റെ ശരിക്കൊരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഒരുപാട് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് തന്നെയുണ്ട്. ഇപ്പോൾ തുറന്നു പറഞ്ഞ ബിൽഡേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഞാൻ കുറേ ബിൽഡേഴ്സ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബിൽഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ വേറൊരു കസ്റ്റമർ വിളിക്കുമ്പോൾ അവർക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഫേക്ക് കസ്റ്റമേഴ്സും ഉണ്ടാവും. വെറുതെ ചോദിക്കും, അവർ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടും, വീട് കണ്ട ഇഷ്ടപ്പെടാത്തവരാരും ഇല്ലല്ലോ. അപ്പോൾ പലരും വിളിക്കും. അപ്പോൾ അതുപോലെ ആയിരിക്കാം ഞാനും എന്ന് ചിലപ്പോൾ പല ബിൽഡേഴ്സും വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ബിനോജിനെയൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ട് ഈവൻ വാട്സപ്പിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി റിപ്ലൈ ചെയ്തിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറെയും ബിൽഡേഴ്സിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവർ ഇപ്പൊ വിക്ടോറിയ തന്നെ കസ്റ്റമൈസ് ചെയ്ത് തരില്ല എന്ന് പറഞ്ഞു. അവിടെയാണ് വിഡ്രോ ചെയ്യാനുള്ള ഒരു കാരണം. ഫ്രാങ്ക്ലി പറയാണ്, ഇവിടെ വന്നപ്പോൾ അത് ലാസ്റ്റ് കസ്റ്റമൈസ് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അവർക്ക് അവരുടേതായിട്ടുള്ള റിക്വയർമെന്റ്സിലേ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ റിക്വയർമെന്റ്സിനേക്കാൾ കൂടും. അപ്പോൾ സ്ക്വയർ ഫീറ്റിന്റെ അളവ് ഇത് കൂടും. അപ്പോൾ ഫണ്ട് കൂടുതൽ വേണം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പലതും പല പൊരുത്തക്കേടുകളും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവരെയൊക്കെ നീങ്ങിപ്പോയത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവസാനം ഞാൻ വീണ്ടും ചാത്തൻകുളത്ത് തന്നെ വന്നു. പിന്നെ ഒറ്റപ്പാലം സാറ് തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, വേറെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ വേറൊരു പ്രൊജക്ട് നോക്കിക്കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. സാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് മാത്രമായിരുന്നില്ല ലക്ഷ്യം. എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ശരിക്കും അതേ എന്താ പറയുക, ലക്കിടി പേരൂർ 2 തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ തറവാടുള്ളത്. കിള്ളിക്കുറിശിമംഗലമാണ്. അത് യാദൃശികമായിട്ടാണ് അവിടെ വന്നുപെട്ടത്. അപ്പോൾ എനിക്ക് ഒറ്റപ്പാലം ഷൊർണൂർ ഒരു കാലം ഉണ്ടാവണം എന്നുള്ളത് ആഗ്രഹം എൻ്റെ കുട്ടിക്കാലത്ത് മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ആഗ്രഹം ആയിരിക്കാം മോളിലുള്ള ആള് സാധിച്ചു തന്നത്. അതുകൊണ്ടാണ് ഒരു കാരണം അകലൂർ വന്ന് എത്തിപ്പെടാനും അവിടെ ഇഷ്ടപ്പെടാനും കാരണം. ഇപ്പൊ 2-3 സ്ഥലങ്ങൾ തന്നെ കാണിച്ചു. അതിലൊരു ലൊക്കേഷൻ സെലക്ട് ചെയ്തു. എങ്ങനെയാലും നല്ലൊരു ലൊക്കേഷനാണ്, നന്നായിട്ട് തന്നെ അത് ചെയ്തു തന്നു. അത് പിന്നെ നമുക്കിപ്പോ എത്ര എക്സ്പീരിയൻസ്ഡ് ബിൽഡേഴ്സ് ആണെന്നുണ്ടെങ്കിലും കറക്റ്റും ആളെ വെട്ടൊന്ന് മുറി 2 എന്നുള്ള പോലെ കറക്റ്റ് ഒരിക്കലും എത്തില്ല എന്ന് എനിക്കറിയാം. അത് ഇപ്പൊ ആരുടെയും കുറ്റമൊന്നുമല്ല. ഓക്കെ, ഞാനതിപ്പോ വൈഫിന്റെ അടുത്ത് പറയാറുണ്ട്. കാരണം ഞാനിത് 2ാമത്തെ വീടാണ് ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഒരിക്കലും വീട് പോലുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെ വരച്ച ലൈനിൽ ഒരിക്കലും നിൽക്കില്ല എന്ന് ഞാൻ പറയാറുണ്ട്. അത് എപ്പോഴും മനസ്സിലാക്കണം. അത് കസ്റ്റമേഴ്സ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, ഇപ്പൊ വൈഫ് അത് സൂചിപ്പിച്ചു, നമുക്ക് തുടർന്നും അതായത് വർക്ക് ഇനിയും നമുക്ക് പല ആവശ്യങ്ങളും വരും. അതിന്റെ എന്താ പറയുക, അത് കോർഡിനേറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ചെയ്യണം. അതായത് പല കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ എന്തെങ്കിലും മെയിൻ്റനൻസ് വേണ്ടി വരുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സഹകരണം വേണം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. എനിക്ക് ഫുൾ ടീമിനെ എനിക്ക് എല്ലാവരും പേരൊന്നും അറിയില്ലെങ്കിലും ഫുൾ ടീമിനെ പറ്റിയും നല്ല ഓക്കെ. എല്ലാവർക്കും നന്ദി. നിങ്ങൾക്കും നിറയെ പ്രോജക്ട്സിന് കിട്ടട്ടെ.